الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهدي ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് നമ്മളൊക്കെ അറഫ നോമ്പുകാരായി വളരെ നേരത്തെ തന്നെ പള്ളിയിലേക്ക് വന്നു ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്തു. നമ്മുടെ കർമ്മങ്ങളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ലക്ഷക്കണക്കിന് വിശ്വാസികൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഹാജിമാർക്ക് മഖ്ബൂലും മബ്റൂറുമായി ഹജ്ജ് കർമ്മം നിർവഹിച്ച് അതിൻ്റെ പരിസമാപ്തി കുറിച്ച് തങ്ങളുടെ നാടുകളിലേക്ക് തിരിച്ചു വരുവാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ അറഫയിൽ സംഗമിച്ചു. അറഫ ഒരു മഹാസമ്മേളനമാണ്. മനുഷ്യ മഹാസംഗമം ലോകത്ത് അറഫയിൽ മാത്രമാണ്. അവിടെ പണക്കാരനെന്നോ പണിക്കാരനെന്നോ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ രാജാവെന്നോ പ്രജയെന്നോ വ്യത്യാസമില്ലാതെ
എല്ലാവരും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്ത് അറഫയുടെ മണ്ണിൽ സംഗമിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്നാൽ അറഫയാണ്. ആ അറഫയിൽ സംഗമിക്കാത്ത ഒരാൾക്കും ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കില്ല. എത്ര വാർദ്ധക്യമുണ്ടെങ്കിലും എത്ര രോഗാവസ്ഥയിലാണെങ്കിലും ആ അറഫയുടെ മണ്ണിലേക്ക് എല്ലാവരെയും കൊണ്ടുവന്ന് നിർത്തും. അങ്ങനെ ഹജ്ജ് അതിൻ്റെ പരിസമാപ്തി അറഫയോടെ അവർക്ക് പൂർത്തിയാക്കാൻ അൽഹംദുലില്ലാ സാധിക്കുകയാണ്. ആ മഹാസംഗമത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1,00,000 ചില്ലുവാനം വരുന്ന സ്വഹാബികളെ ഒരുമിച്ച് കൂട്ടി പ്രവാചകൻ്റെ അവസാനത്തെ ഹജ്ജത്തുൽ വിദാ, അവസാനത്തെ ഹജ്ജ്, ഖുത്ബത്തുൽ വിദാ, റസൂലിൻ്റെ അവസാനത്തെ ഖുത്ബ, അത് അറഫയുടെ മണ്ണിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ച പ്രസക്തമായ ചില ഭാഗങ്ങളാണ് ഇന്നത്തെ ഖുത്ബയിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് അറഫയുടെ സംഗമം, അതിൻ്റെ പ്രത്യേകത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ യൗമിൻ, ഒരു ദിവസവുമില്ല, അക്സറ മിൻ അൻ യുഅതക അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ യൗമ അറഫ, അറഫ ദിവസത്തിൽ ഒരടിമക്ക് അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റു ദിവസങ്ങളിൽ നിന്ന് അറഫയേക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിവസമില്ല. വഇന്നഹു ലയദ്നു, അള്ളാഹു തൻ്റെ അടിമകളിലേക്ക് ഇറങ്ങി വരും. സുമ്മ യുബാഹി ബിഹിം അൽ മലായിക, എന്നിട്ട് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മലക്കുകളോട് അള്ളാഹു ഗറൂ പറയും, മാ അറാദു ഹഉല, ഈ കൂട്ടർ എൻ്റെ ദാസന്മാർ എന്താണ് എന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു പറയാണ്. ഇന്നല്ലാഹ യുബാഹി ബിഹിം മലായിക, വീണ്ടും അള്ളാഹു ആ മലക്കുകളോട് തൻ്റെ ദാസന്മാരെ സംബന്ധിച്ച് സംസാരിക്കുകയാണ്. ഉൻദുറൂ ഇലാ ഇബാദി, എൻ്റെ ദാസന്മാർ, ലക്ഷക്കണക്കിന് വരുന്ന ഈ ദാസന്മാരെ, എൻ്റെ അടിമകളെ നിങ്ങൾ നോക്കുക. ആതൂനി ശഅസൻ അബറ, അവർ അവരുടെ ശരീരത്തിൽ പൊടി പുരണ്ടവരായി, അവരുടെ തല ജട പിടിച്ചവരായി, മുടികൾ ജട പിടിച്ചവരായി ഇതാ എൻ്റെ മണ്ണിലേക്ക് ഇവിടെ സംഗമിച്ചിട്ടുണ്ട്. അവർ എന്താണ് ആഗ്രഹിക്കുന്നത്? അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം വരികയാണ്. അത്ര കണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടുന്ന, നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ കഴിഞ്ഞുപോയത്. എത്രയോ ആളുകൾ മനസ്സറിഞ്ഞ അള്ളാഹുവിനോട് തേങ്ങിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അവിടെ ഒരു കണ്ണീർ കടലാണ് അവിടെ ഒഴുകിയത്. സഹോദരങ്ങളെ, അത്തരത്തിൽ നമുക്കൊക്കെ ആ മക്കയുടെ മണ്ണിലേക്ക് എത്താൻ, ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദാഇൻ്റെ പ്രസക്തമായ ആ സംഭവം, ആ പ്രസംഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലക്ഷത്തിൽ ചില്ലുവാനും വരുന്ന സ്വഹാബിമാർ, ആ സ്വഹാബിമാരോട് റസൂലുള്ളാഹി സംസാരിക്കുന്നത് ആധുനിക ഡിവൈസുകളൊന്നുമില്ലാതെ, ആധുനിക ഉപകരണങ്ങളൊന്നുമില്ലാതെ ലക്ഷത്തിൽ വരുന്ന സ്വഹാബികൾ ഒരുമിച്ചു ചേരുമ്പോൾ അവിടെ സംസാരിക്കണമെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ സംവിധാനം ഉപയോഗപ്പെടുത്താതെ ഒരിക്കലും സാധ്യമല്ല. അതൊരത്ഭുതമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജരീർ ഇബ്നു അബ്ദുള്ള എന്ന സ്വഹാബിയെ വിളിച്ചിട്ട് എല്ലാവരോടും ശാന്തമാകാൻ, എല്ലാവരോടും ശ്രദ്ധിക്കാൻ അവിടുന്ന് കൽപ്പന കൊടുത്തു. എന്നിട്ട് ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കാണാൻ കഴിയും. അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, റസൂലുള്ളാഹിയുടെ ഒരു വിടവാങ്ങൽ പ്രസംഗമാണ് ആദ്യം തന്നെ നടത്തുന്നത്. ലോകത്തിൻ്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുന്ന പ്രവാചകൻ്റെ അവസാനത്തെ വാചകങ്ങൾക്ക് വളരെ പ്രസക്തമായ ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട്. പ്രവാചകൻ്റെ മരണത്തെക്കുറിച്ചാണ് അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം സംസാരിക്കുന്നത്. അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇസ്മഉ മിന്നി, എൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഉബയ്യിനു ലക്കും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ഹാമി ആദാ, ഈ കൊല്ലത്തിന് ശേഷം ഒരുപക്ഷേ നിങ്ങളെ ഇനി കണ്ടുമുട്ടുമോ എന്നത് എനിക്കറിയില്ല. ഫീ മൗഖിഫി ഹാദാ, ഈ അറഫയുടെ മണ്ണിൽ വെച്ച് നമ്മൾ ഇന്ന് സംഗമിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു സന്ദർഭത്തിൽ അടുത്ത കൊല്ലം നിങ്ങളെ കാണാൻ കഴിയുമോ എന്ന്, നിങ്ങളോട് ഒരുമിച്ച് നിൽക്കാൻ കഴിയുമോ എന്നത് എനിക്കറിയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ആദ്യത്തേതും
അവസാനത്തേതുമായ ഹജ്ജ് കർമ്മമാണ്. അവിടുന്ന് റസൂലുള്ളാഹ് വീണ്ടും തുടർന്ന് സംസാരിക്കുന്നുണ്ട്. അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഖുദൂ അന്നി മനാസികക്കും, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിൻ്റെ പാഠങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കണ്ടുപഠിക്കണം, മനസ്സിലാക്കണം. ഫഇന്നീ ലാ അദ്രി ലാ അഹുജ്ജു ബഅദ ആമി ഹാദാ, ഈ കൊല്ലത്തിന് ശേഷം ഒരുപക്ഷേ തൊട്ടടുത്ത വർഷം ഞാൻ നിങ്ങളോടൊപ്പം ഒരു ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ഉണ്ടാകുമോ എന്നത് എനിക്കറിയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സംസാരത്തിൻ്റെ ആദ്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരെ ഉണർത്തുകയാണ്. അത് കേൾക്കുമ്പോൾ സ്വഹാബിമാരുടെ കണ്ണുകൾ നിറഞ്ഞു. ലോകത്തിൻ്റെ പ്രവാചകൻ, അവരുടെ ചങ്കായ, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ സ്വന്തം ശരീരത്തെക്കാളേറെ നമ്മൾ സ്നേഹിക്കുന്ന ലോകത്തിൻ്റെ പ്രവാചകൻ്റെ വിടപറയൽ സംസാരം, ഒരു വിടവാങ്ങുന്നവൻ്റെ വാക്കുകൾ കാതോർക്കുമ്പോൾ മനസ്സ് വേദനിക്കും. പ്രത്യേകിച്ച് ലോകത്തിൻ്റെ പ്രവാചകൻ അവിടുന്ന് വിടവാങ്ങുന്നു എന്നത് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഖുർആനിൻ്റെ ആയത്ത് സൂറത്തുൻ നസർ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, ഖുർആന്റെ ആയത്ത് അവതരിച്ചു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, അല്ലാഹുവിൻ്റെ സഹായവും റബ്ബിൻ്റെ വിജയവും വന്നാൽ, വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, അല്ലാഹുവിൻ്റെ ദീനിലേക്ക് ആളുകൾ ഒഴുകി വരികയും അങ്ങനെ കാണപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, നിന്റെ റബ്ബിനെ സ്തുതിക്കണം, നിന്റെ റബ്ബിനെ പ്രകീർത്തിക്കണം. വസ്തഗ്ഫിറു, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ നടത്തണം. ഇന്നഹു കാന തവ്വാബ, അല്ലാഹു അങ്ങേയറ്റം പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് എന്ന ഖുർആനിൻ്റെ ആയത്ത് അവതരിച്ചതോടുകൂടി സ്വഹാബികൾക്ക് ബോധ്യായി, അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഇനി ഞങ്ങളോടൊപ്പം ഉണ്ടാകില്ല. അവസാനത്തെ റസൂലിൻ്റെ ഹജ്ജാണ്, റസൂലിൻ്റെ വിടവാങ്ങലാണ്, റസൂലിൻ്റെ മരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനു വന്നോ, ഏത് ദൗത്യം പൂർത്തീകരിക്കാൻ അള്ളാഹു നിയോഗിച്ചുവോ, ആ ദൗത്യത്തിൻ്റെ പൂർത്തീകരണമാണ് സംഭവിച്ചത് എന്നത് സ്വഹാബികൾക്ക് കൃത്യമായി സഹോദരങ്ങളെ മനസ്സിലായിട്ടുണ്ട്. ലോകത്തിൻ്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരും മരിക്കുമെന്ന വാർത്ത കൂടിയാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണത്തിൻ്റെ രുചി അറിയും. അത് ഖുർആൻ ഓർമ്മപ്പെടുത്തി. സഹോദരങ്ങളെ, നമ്മൾ മരിക്കും, ഏതു നിമിഷമെന്നത് ഒരാൾക്കും അറിയില്ല. ഇട്ടിരിക്കുന്ന ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്തു നിൽക്കുന്ന മരണത്തെ നിങ്ങൾ സദാ ഓർത്തുകൊണ്ടിരിക്കണം. ഇന്ന് രാവിലെ മൊബൈൽ തുറന്നു നോക്കുമ്പോൾ ഒരു സഹോദരൻ്റെ മരണവാർത്തയാണ്. 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആറ്റിങ്ങലിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു മരണപ്പെട്ടു. അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അൽഹംദുലില്ലാ, 28 വയസ്സുള്ള ചെറുപ്പക്കാരനെ കുറിച്ച് പറയുമ്പോൾ നൂറുകണക്കിന് സ്വപ്നങ്ങളാണ് മനസ്സിൽ ചെയ്തു തീർക്കാൻ കൊതിച്ചു നിൽക്കുന്ന ആഗ്രഹങ്ങളുമായി. എന്നാൽ അതൊക്കെ ദീനീ വിഷയത്തിലാണ്. ഒരു നാട്ടിൽ, ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് തനിക്കു ചെയ്യാൻ പറ്റുന്ന ദഅ്വാ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിച്ച് മനസ്സിൽ കൊണ്ടു നടക്കുന്നതിൻ്റെ ഇടയിലാണ് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്ത് ആ സഹോദരൻ യാത്രയായിട്ടുള്ളത്. സഹോദരങ്ങളെ, മൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹ, റസൂലുള്ളാഹി പറഞ്ഞില്ലേ, മനസ്സിൽ ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിച്ചു, ഫലം യഅമൽഹ, എന്നിട്ട് അവന് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാലും അവൻ്റെ മനസ്സിൻ്റെ നിയത്തനുസരിച്ച് അള്ളാഹു അതിന് പ്രതിഫലം കൊടുക്കും. നോക്കണം, മനസ്സിൽ കൊണ്ടു നടന്നത് വരാനുള്ള ജീവിതത്തിൽ തങ്ങളുടെ സഹോദരങ്ങൾക്ക്, തൻ്റെ നാട്ടിലെ പ്രവർത്തകർക്ക് ഒക്കെ ദഅവത്ത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, ഖുർആൻ ക്ലാസുകൾ സംഘടിപ്പിക്കാൻ എല്ലാം ഒരുക്കണം എന്ന് മനസ്സിൽ ആഗ്രഹിച്ച ചെറുപ്പക്കാരനെ 28 കൊല്ലം ജീവിച്ച് റബ്ബ് തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഖബറിൽ കിടന്നാലും ഇവിടെ ചെയ്യുന്നതിൻ്റെ ഓഹരി റബ്ബ് അവൻ്റെ ഖബറിലേക്ക് കൊടുക്കും. അള്ളാഹു അത്തരത്തിൽ അവന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രണ്ടാമത്തെ ഓർമ്മപ്പെടുത്തൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങളുടെ രക്തവും ധനവും നിങ്ങളുടെ അഭിമാനവും പവിത്രമാണ്. എത്രത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനുഷ്യൻ്റെ ജീവൻ അത് പവിത്രമാണ്, അത് മഹനീയമാണ്. എത്രത്തോളം മനുഷ്യനെ ആദരിച്ചു എന്നത് ഖുർആൻ പറഞ്ഞത്, വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബരി വൽ ബഹർ, മനുഷ്യ സമുദായത്തെ ഒന്നടങ്കം
അള്ളാഹു ആദരിച്ചിട്ടുണ്ട്. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കടലിലൂടെ കരയിലൂടെ സഞ്ചരിക്കാനുള്ള അവസരങ്ങൾ അള്ളാഹു ഇട്ടുകൊടുത്തു. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, എന്നിട്ട് ഏറ്റവും നല്ല ഉപജീവന മാർഗം റബ്ബ് നമുക്ക് സമ്മാനിച്ചു. വഫല്ലൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല, ലോകത്ത് റബ്ബ് സൃഷ്ടിച്ച ജീവജാലങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടനായി മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു, സംവിധാനിച്ചു എന്നതാണ് അള്ളാഹു പറഞ്ഞത്. അത്രത്തോളം മനുഷ്യന് ഏറ്റവും കൂടുതൽ വിലയും പവിത്രതയും ആദരണീയതയും അള്ളാഹു നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഫഇന്ന ദിമാഅക്കും, നിങ്ങളുടെ രക്തവും, വഅംവാലക്കും, നിങ്ങളുടെ സമ്പത്തും, വഅറാദുക്കും, നിങ്ങളുടെ അഭിമാനവും, ഹറാമുൻ അലൈക്കും, അത് പവിത്രമാണ്. കഹുരിമത്തി യൗമിക്കും ഹാദ, ഇന്നത്തെ ദിവസത്തിൻ്റെ പവിത്രത പോലെ. അറഫയിൽ സംഗമിച്ച ആ ഹാജിമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പവിത്രത പോലെ ഫീ ഷഹരിക്കും ഹാദ, ഈദുൽ ഹജ്ജ് മാസത്തിൻ്റെ പവിത്രത പോലെ ഫീ ബലദിക്കും ഹാദ, ഈ മക്കയുടെ മണ്ണ് എത്ര പവിത്രമാണോ അത്ര കണ്ട് പവിത്രമായതുപോലെ നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ അഭിമാനം, അതൊക്കെ പവിത്രമാണ്. അത് പിച്ചു ചീന്താൻ ഒരിക്കലും പാടില്ല എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തി. അന്യായമായി ഒരാളെയും വധിച്ചു കളയാൻ പാടില്ല സഹോദരങ്ങളെ. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം പ്രയാസപ്പെടുത്തുന്ന വാർത്തകളാണ്. സ്വന്തം രക്തത്തിൽ പിറന്ന ചോര കുഞ്ഞിനെ പോലും സ്വന്തം അമ്മമാർ വലിച്ചെറിയപ്പെടുന്ന കാലഘട്ടത്തിൽ ഇന്ന് മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാണുന്നതും കേൾക്കുന്നതും കൊലപാതക വാർത്തകളാണ്. ഒരു മനുഷ്യൻ്റെ രക്തം, അവൻ്റെ ജീവന് ഇസ്ലാം നൽകുന്ന പവിത്രത എത്ര വലുതാണ്. ഒരു കുടുംബത്തിലെ 6-7 ആളുകളെ കൊല്ലുന്നത് ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ ഇതൊക്കെ എന്തു പ്രചോദനമാണ്. ഇത്തരത്തിൽ മറ്റുള്ളവരെ രക്തം ചിന്തുന്ന മനുഷ്യന്മാരെ ഒരുപക്ഷെ പിടിച്ചു കൊണ്ടുവരുന്ന ഒരു സന്ദർഭത്തിൽ നമുക്കൊക്കെ കാണാൻ കഴിയുന്നത് ക്യാമറയ്ക്ക് മുമ്പിൽ ഇളിച്ചു കാണിക്കുന്ന ചില പ്രവണതകളാണ് സഹോദരങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വലിയ തിന്മയാണെന്നും ഒരു മനുഷ്യനെ അന്യായമായി കൊല ചെയ്താൽ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊന്ന പാപഭാരം അവൻ ഏറ്റെടുക്കേണ്ടി വരുമെന്നൊക്കെ ഖുർആനിൻ്റെ അധ്യാപനം പഠിപ്പിച്ചിട്ട് അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തത്, മനുഷ്യൻ്റെ സമ്പത്ത് അത് അപഹരിച്ചെടുക്കാൻ പാടില്ല. നമ്മൾ അധ്വാനിക്കുന്ന സമ്പത്താണ്. ജോലി ഒരല്പം കുറഞ്ഞ ജോലിയാണെങ്കിലും മര്യാദയ്ക്ക് അധ്വാനിച്ച് നേടിയെടുക്കുന്ന സമ്പത്ത് അതിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും സഹോദരങ്ങളെ. അന്യായമായി ഒരാളുടെയും സമ്പത്ത് കവർന്നെടുക്കാൻ പാടില്ല എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത അധ്യാപനത്തിൽ കാണാൻ കഴിയും. അഭിമാനം പവിത്രമാണ്. നോക്കണം, മാഇസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വ്യഭിചരിച്ചിട്ട് ആ വാർത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മറ്റൊരാൾ വന്ന് സംസാരിക്കുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, മൂടി വെക്കാമായിരുന്നില്ലേ? തൻ്റെ അഭിമാനത്തെ എന്തിനു പിച്ചു ചീന്തണം? പലപ്പോഴും സഹോദരങ്ങളെ, നമ്മളൊക്കെ മറ്റുള്ളവരുടെ തിന്മകളും കുറവുകളും കുറ്റങ്ങളും ചികഞ്ഞന്വേഷിച്ച് പിന്നാലെ കൂടുന്ന സ്വഭാവമുണ്ട്. എന്തിന് സഹോദര? മറ്റുള്ളവൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തി അവനെ വേദനിപ്പിച്ചാൽ നമ്മൾ അറിയണം, ഇവിടെ ഒരല്പം സുഖം കിട്ടും, ഒരു സന്തോഷം കിട്ടും. കൂട്ടുകാരോടൊപ്പം നടക്കുന്ന സന്ദർഭത്തിൽ മറ്റുള്ളവൻ്റെ പച്ചയിറച്ചി തിന്നാൻ ഒരുപക്ഷെ നമ്മൾ അതിൽ സുഖം കണ്ടെത്തുന്നു എങ്കിൽ സഹോദര തിരിച്ചറിയണം, പരലോകത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭത്തിൽ നമ്മളുടെ നന്മകൾ എടുത്ത് മറ്റുള്ളവർക്ക് വീതം വെക്കും. എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മുഫ്ലിസായ ഏറ്റവും വലിയ നഷ്ടം പെട്ട പാപ്പരായ മനുഷ്യനെ കുറിച്ച് ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലേ? അതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിമാനം, അവരുടെ രക്തം, അവരുടെ സമ്പത്ത് എല്ലാം പവിത്രമാണ് എന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ അതിനെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. മൂന്നാമതായി റസൂലുള്ളാഹി പറഞ്ഞു, ജാഹിലിയത്തിലെ എല്ലാ തിന്മകളും ഞാനിതാ എൻ്റെ കാൽ ചുവട്ടിലിട്ട് കുഴിച്ചു മൂടുകയാണ്. ജാഹിലിയത്തിലെ എന്തൊക്കെ തിന്മകൾ, ശിർക്കും ബിദ്അത്തും ഖുറാഫത്തും എല്ലാം ഇതാ ഞാൻ കുഴിച്ചു മൂടുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് ചെയ്യരുത്. റബ്ബല്ലാത്ത ആളുകളിലേക്ക് കൈകൾ ഉയർത്തരുത്. രോഗമുണ്ടാകട്ടെ, പ്രയാസങ്ങളുണ്ടാകട്ടെ, മനുഷ്യൻ്റെ മനസ്സ് തളർന്നു പോകട്ടെ, എന്തു സംഭവിച്ചാലും മനുഷ്യൻ്റെ കാലുകൾ ഇടറിപ്പോകാൻ, ഒരുപക്ഷെ ഈമാൻ ചോർന്നു പോകാൻ പാടില്ല സഹോദര. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കരുത്ത്. വഇദ മരിൽതു ഫഹുവ യശ്ഫിൻ, എനിക്ക് രോഗം വന്നാൽ അതിന് ശമനം നൽകുന്നവൻ എൻ്റെ നാഥനാണ്.
പ്രതിസന്ധിയുടെ തീച്ചൂളയിൽ ജീവിച്ച ഒരു പ്രവാചകന്റെ സ്മരണ അയവിറക്കുമ്പോൾ വലിയ പാഠമുണ്ട്. ആ പ്രവാചകന്റെ പ്രാർത്ഥനകൾ അധികവും ഖുർആൻ പരാമർശിക്കുമ്പോൾ എത്ര ഗൗരവത്തിലാണ്, എത്ര ആത്മാർത്ഥമായി വിശ്വാസികൾ അത് പഠിച്ചുരുവിടേണ്ടവരാണ്. ആ അർത്ഥത്തിൽ എല്ലാ തിന്മകളും റസൂലുള്ള വിരോധിക്കുകയാണ്. നോക്കൂ, പലിശ റസൂലുള്ള എടുത്തു പറഞ്ഞു, പലിശയെ ഞാനിതാ വിരോധിക്കുകയാണ്. വഇന്ന കുല്ല റിബൻ മൗദൂഅൻ ലക്കും, പലിശ ഇടപാടുകൾ ഞാനിതാ ദുർബലപ്പെടുത്തുകയാണ് എന്നവിടുന്ന് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള ആദ്യം നടത്തുന്ന സംസാരം വഇന്ന റിബ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് മൗദൂഉൻ കുല്ലുഹു, എൻ്റെ പിതൃവ്യൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് നിങ്ങൾ കൊടുക്കാനുള്ള സകല പലിശയും ഞാനിതാ എൻ്റെ കാൽച്ചുവട്ടിലിട്ട് കുടിച്ചു മൂടുകയാണ്. ഒരാളും ഇനി കൊടുക്കേണ്ടതില്ല, അവസാനിപ്പിക്കണം. ഈ പലിശയോട് നിങ്ങൾ ബന്ധം വെച്ച് പുലർത്തരുത്. സഹോദരങ്ങളെ, റസൂലിൻ്റെ വാക്കാണ്. എത്ര ഗൗരവത്തോടെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ആദർശം സ്വീകരിക്കാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് തന്നു, ഹിദായത്ത് ലഭിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. എന്നിട്ടാണ് പലിശയിൽ കൂച്ചുവിലങ്ങ് പോലെ മനുഷ്യൻ എല്ലാറ്റിനും പലിശ ഇടപാടുകളിലേക്ക് ചെന്നുകയറുന്നത്. സഹോദരങ്ങളെ, പലിശയില്ലാതെ ജീവിക്കുന്ന മനുഷ്യന്മാരെ ഒരാളെപ്പോലും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ വീട് വെക്കാൻ, വാഹനം വാങ്ങാൻ, വീട്ടിലെ ഉപകരണങ്ങൾ വാങ്ങാൻ എല്ലാറ്റിനും പലിശയുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ലോൺ എടുക്കാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, അപകടമാണ്. അതിൻ്റെ അപകടത്തെക്കുറിച്ച് റസൂലുള്ള എത്ര ഗൗരവത്തിൽ സംസാരിച്ചിട്ടുണ്ട്. പലപ്പോഴും ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ പലതരത്തിലുള്ള കണ്ടീഷൻസുകൾ ബാങ്ക് നമ്മളോട് മുമ്പിൽ സംസാരിക്കും, നമ്മളോട് പറയും. അതിനൊക്കെ യെസ് പറയും. അവസാനം ഒരു കണ്ടീഷൻ ബാങ്ക് മാനേജർ നമ്മളോട് വെച്ചാൽ എല്ലാം തരാം, എല്ലാ പേപ്പറുകളും റെഡിയാണ്. അവസാനമായി നീ നിന്റെ നൊന്തുപറ്റ ഉമ്മയെ വ്യഭിചരിച്ചിട്ട് വന്നാൽ, നോക്കണം, നീ നിന്റെ ഉമ്മയെ വ്യഭിചരിച്ചിട്ട് വന്നാൽ നിനക്ക് പൈസ റെഡിയാണ്, ലോൺ അനുവദിക്കാം എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന വേദന എത്ര വലുതാണ്. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾ നമ്മൾ ഓർക്കേണ്ടുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞില്ലേ, പലിശയിൽ ഏറ്റവും നിസ്സാരമായത് സ്വന്തം ഉമ്മയെ, രക്തത്തിൽ പിളർന്ന നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ പാതകമാണ് പലിശ ഉപയോഗിക്കുക എന്നത്. അതുകൊണ്ട് ആ തിന്മയായി റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പലിശയുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടും ഇന്ന് അവസാനിപ്പിക്കണം. ഇനി ഒരു തൊട്ടടുത്ത നിമിഷം നമ്മളുടെ ജീവൻ ഉണ്ടാകുമോ എന്നത് നമുക്കറിയില്ല. മരണപ്പെടുമ്പോൾ ഹറാമിൻ്റെ മുതൽ ഭക്ഷിച്ച് റബ്ബിൻ്റെ അടുക്കലേക്ക് യാത്രയായാൽ ഒരുപക്ഷെ നമ്മളുടെ ജീവിതത്തിൽ അല്പസുഖത്തിനും സന്തോഷത്തിനും നമ്മൾ ഈ തരത്തിലുള്ള പലിശയുടെ മാർഗം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സഹോദര, ഈ ദുനിയാവിലെ അല്പ ആശ്വാസത്തിനും സന്തോഷത്തിനുമാണെങ്കിൽ പരലോകത്ത് ഖേദിക്കേണ്ടി വരും. റസൂലുള്ള പറഞ്ഞില്ലേ, സബുൽ മൂബിഖാത്ത്, വൻപാപങ്ങളെക്കുറിച്ച് അവിടുന്ന് റസൂലുള്ള എണ്ണിയപ്പോൾ അശ്ശിർക്കു ബില്ല, ഒന്നാമത് നേടി അള്ളാഹുവിനോട് ശിർക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ്. തുടർന്ന് പറഞ്ഞു വന്നപ്പോൾ വാക്കുലു റിബ, പലിശ തിന്നുക എന്നത് വൻപാപമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ശിർക്ക് അതൊരു വലിയ തിന്മയായി, വൻപാപമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു ചെറിയ തുട്ട് പലിശയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു എങ്കിൽ സഹോദര, ഇന്ന് അവസാനിപ്പിക്കാൻ റബ്ബിനോട് പ്രതിജ്ഞ വെക്കണം, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. റബ്ബേ, അബദ്ധം സംഭവിച്ചു പോയി, അറിവില്ലായ്മ കൊണ്ട് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി സന്ദർഭത്തിൽ അതിലേക്ക് വീണുപോയി, കൂപ്പുകുത്തിപ്പോയി. റബ്ബെ, അവസാനിപ്പിക്കുകയാണ്. മറ്റു സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഇടപാടുകളും ഹൈറായ നിലക്ക് ജീവിതത്തിൽ ആർക്കാണ് സഹോദര പലിശ ഇടപാടിൽ ജീവിക്കുന്നവന് ഒരു കച്ചവട സ്ഥാപനം തുടങ്ങാൻ, പലിശയിൽ ബന്ധപ്പെട്ട് ലോൺ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്താൽ സമ്പത്തിൻ്റെ കസ്റ്റോഡിയൻ അല്ലാഹു ആണെങ്കിൽ റബ്ബാണ് ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യേണ്ടത്. ഒരു ബർക്കത്തും ജീവിതത്തിൽ കിട്ടില്ല എന്ന വലിയ പാഠം വിശ്വാസികളെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പലിശയുമായി ബന്ധപ്പെട്ട ഒരിടപാടിലും ഞാനില്ല എന്ന് ആത്മാർത്ഥമായി പറയാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും പലരും മരണപ്പെടുമ്പോഴാണ് അതിൻ്റെ ഗൗരവം അറിയുന്നത്. ലക്ഷക്കണക്കിന് രൂപ അത് ബാങ്കിൽ കൊടുക്കാൻ, ബാങ്കിൽ അടയ്ക്കാൻ, വീട് ജപ്തിയായത്, ഈ വാർത്തയൊക്കെ വരുന്നത് ഒരുപക്ഷെ നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ആരും അറിയാതെ
ബാങ്കിലെ ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് വരുമ്പോൾ വലിയ ഇടപാടുകൾ നടത്തി തൻ്റെ ഭാര്യയും മക്കളും പ്രയാസപ്പെടുന്ന ഒരവസ്ഥ വന്നുപോയാൽ സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ തിന്മ വലിയ തിന്മയായി ലോകത്തിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവസാനിപ്പിക്കണം. പിന്നീട് അഞ്ചാമതായി റസൂലുള്ളാഹി പറഞ്ഞു, സ്ത്രീകളോട് നിങ്ങൾ മാന്യമായി പെരുമാറണം. അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്ന നിസാ ഇൻദകും അവാനിൻ അഖസ്തുമൂഹുന്ന ബി അമാനത്തില്ല. അല്ലാഹു വല്ലാത്തൊരു അമാനത്താണ് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. നമ്മൾ മറ്റൊരു വാപ്പയുടെ മകൾ, ആ മകളെ വളർത്തിക്കൊണ്ടുവന്നപ്പോൾ മീസാക്കൻ ഖലീല, ശക്തമായ ഒരു കരാർ സ്വീകരിച്ചിട്ട് റബ്ബിൻ്റെ അമാനത്ത് നമ്മളിലേക്ക് ഒരു വാപ്പ നമ്മളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തന്നപ്പോൾ വലിയ അമാനത്താണ് ഞാനും നിങ്ങളും ഏറ്റെടുത്തിട്ടുള്ളത്, വലിയ അമാനത്താണ് നിങ്ങൾ ഏറ്റെടുത്തത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ല. നിങ്ങൾ ഒരുമിച്ചു ചേർന്നത് അള്ളാഹുവിൻ്റെ കെലിമത്ത് ഉച്ചരിച്ചുകൊണ്ടാണ്. റബ്ബിൻ്റെ കെലിമത്തുകൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ്. മീസാഖൻ ഖലീല, ശക്തമായ ഒരു ഉടമ്പടി നമ്മൾ സ്വീകരിച്ചത്. നമ്മളുടെ കൂടെയുള്ള ഭാര്യയെ നമ്മൾ ഇണയായി സ്വീകരിച്ചത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ്. സഹോദരങ്ങളെ, പലപ്പോഴും റബ്ബിൻ്റെ നാമങ്ങൾ ഉച്ചരിച്ച് ഇസ്ലാം പഠിപ്പിച്ച നിക്കാഹും സംവിധാനങ്ങളെയും ഇന്നൊരു പക്ഷേ മുഖവിലക്കെടുക്കാതെ ജീവിക്കുന്ന എത്രയോ പെൺകുട്ടികളെ കാണാൻ കഴിയും. ചാടിപ്പോകുന്ന മക്കളുടെ വാർത്തകൾ, ഗിവിൻ ടുഗദർ, അതൊക്കെ ഞങ്ങളുടെ ലൈഫ് അത് അടിച്ചു പൊളിക്കണമെങ്കിൽ ഇത്തരം നിയമങ്ങളൊക്കെ ഞങ്ങൾക്ക് വലിയ വിലങ്ങ് സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ ഇന്ന് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ, ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും സുന്ദരമായ മാർഗത്തെ കളഞ്ഞു കുളിച്ചിട്ട് ജീവിച്ചു പോകുന്നവർ ആലോചിക്കണം. അവർ വേദനിപ്പിക്കുന്നത് അവരുടെ മാതാപിതാക്കളെയാണ്. ആ മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് ഒരിറ്റു കണ്ണുനീർ ഈ ഭൂമിയിലേക്ക്, ഈ മണ്ണിലേക്ക് വീണുപോയാൽ സഹോദര സഹോദരി, ജീവിതത്തിൽ സുഖം ലഭിക്കും എന്നതാണോ, ജീവിതത്തിൽ ഖൈർ ലഭിക്കും എന്നതാണോ, അടിച്ചു പൊളിക്കാം എന്നതാണോ നിങ്ങൾ വിചാരിച്ചത്? നഷ്ടമാണ്, പരാജയമാകും. ഒരു ഉമ്മയുടെ കണ്ണീര് വീഴ്ത്തി അങ്ങനെ ആരെങ്കിലും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ വേദനിക്കും സഹോദരി, വേദനിക്കും സഹോദര. അതുകൊണ്ട് ജീവിതം പ്രയാസമാകും, കുടുസാകും. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവന് മാത്രമേ, അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ച നിലക്ക് ഒരു വിവാഹം നടക്കുന്നവന് മാത്രമേ അവൻ്റെ കുടുംബ ജീവിതത്തിൽ റബ്ബ് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്തു. അതുകൊണ്ട് തങ്ങളുടെ ഇണകളോട് ഏറ്റവും നന്നായി പെരുമാറണം. വലക്കും അലൈഹിൻ ഹക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരോട് വല്ലാത്ത ബാധ്യതയുണ്ട്, വല്ലാത്ത ബാധ്യതയുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഖിയാറുക്കും ലി ഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ്? ഭാര്യ. ആ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. അല്ലാത്ത ഒരു സന്ദർഭത്തിൽ കുടുംബജീവിതം നയിക്കുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ ക്ഷമിക്കാൻ, ഭാര്യയിൽ നന്മകളെ കണ്ടെത്താൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണം. വർത്തമാനകാലത്ത് ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ, സ്ത്രീധനത്തിൻ്റെ പേരിൽ എത്ര കൊലപാതകങ്ങളാണ്. കൊലപാതകങ്ങൾ ആവർത്തിക്കാൻ കാരണമാകുന്നത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സ്ത്രീധനമെന്ന മഹാതിന്മ ഈ സമൂഹത്തിൽ പടർന്നു പന്തലിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് സ്ത്രീകളെ സ്വീകരിച്ചത് ഒരു വലിയ അമാനത്തായി നമ്മളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന ഭാര്യയോട് ഏറ്റവും മര്യാദയോടുകൂടി, ഏറ്റവും സമാധാനത്തോടുകൂടി നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും വഴക്കുകളാണ്, പ്രശ്നങ്ങളാണ്. നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ ഈ അടുത്ത് ഒരു ഭാര്യ മരണപ്പെട്ടത് ഒരു നിസ്സാര പ്രശ്നം. തൻ്റെ കൂട്ടുകാരെ വീട്ടിലേക്ക് ക്ഷണിച്ചു, വീട്ടുകാരെ കൂട്ടി വീട്ടിലേക്ക് ക്ഷണിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തു. ഭക്ഷണത്തിൽ ഒരല്പം ഉപ്പ് കൂടിയതാണ് ഒരു കൊലപാതകം തന്നെ സംഭവിച്ചത്. നോക്കണം, ആ ഭക്ഷണം കഴിച്ച് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഭാര്യയും ഭർത്താവും പരസ്പരം സംസാരിച്ചു. സംസാരത്തിൻ്റെ സൗണ്ട് അല്പം കൂടിയപ്പോൾ ഭർത്താവിന് സഹിക്കാൻ കഴിയാതെ തൻ്റെ പ്രിയതമയെ ഒന്ന് കൈകൊണ്ട് ആഞ്ഞു തള്ളിയപ്പോൾ പുറകിൽ ഭിത്തിയിൽ അടിച്ചിരുന്ന ആണിയിലേക്ക് ആ ഭാര്യയുടെ തലയിലേക്ക് തുഴഞ്ഞു കയറി ആ ഭാര്യ ബോധം കെട്ട് വീണ് മരണപ്പെടുകയാണ്. സഹോദര സഹോദരി, നമ്മളൊക്കെ അറിയണം, കുടുംബജീവിതം നയിക്കുമ്പോൾ നിസ്സാരമായ പ്രശ്നം അത് ഊതി വീർപ്പിച്ച് വലിയ പ്രശ്നങ്ങൾ സ്വീകരിക്കുമ്പോൾ സൃഷ്ടിക്കുമ്പോൾ
അവസാനിക്കുന്നത് കുടുംബജീവിതങ്ങളാണ്. എത്രയോ മക്കൾ അനാഥരാവുകയാണ്. അതുകൊണ്ട് ജീവിതം ഏറ്റവും നല്ലതാകാൻ കുടുംബത്തിൽ ഭാര്യയോട് ഏറ്റവും നന്നായി ഇടപെടണം എന്ന ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയുടെ മണ്ണിൽ വെച്ച് സ്വഹാബികൾ ഓർമ്മപ്പെടുത്തുന്നത്. റസൂലിൻ്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രവാചകൻ്റെ ഹജ്ജത്തുൽ വിദാഇലെ സംസാരമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹിയുടെ അവസാനത്തെ വാക്കുകൾ അവിടുന്ന് പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ ലൻ തദുല്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നത റസൂലി. രണ്ടു കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നത്. ഒന്ന് കിതാബല്ലാഹ്, ഒന്ന് അള്ളാഹുവിൻ്റെ ഖുർആനാണ്. വസുന്നത റസൂലി, മറ്റൊന്ന് എൻ്റെ ചര്യയാണ്. ഇതിനെ മുറുകെ പിടിച്ചാൽ നിങ്ങളിൽ ഒരാളും വഴിപിഴയ്ക്കുകയില്ല. അപ്പോൾ വഴിപിഴയ്ക്കാത്ത ഒരു മാർഗത്തെക്കുറിച്ചാണ് ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. എല്ലാറ്റിനും തെളിവ് അള്ളാഹുവിൻ്റെ ഖുർആനും. ഇസ്ലാം അത് പൂർണ്ണമാണ്. അവിടുന്ന് റസൂലുള്ളാഹ് ഖുർആനിൻ്റെ ആയത്തോതി ഇസ്ലാം അത് പരിപൂർണമാക്കി തന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നിതാ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പൂർത്തിയാക്കി എന്നത് അള്ളാഹുവിൻ്റെ വാചകമാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ആയത്ത് ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഓതി കൊടുത്തു. അതുകൊണ്ട് ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാരാണോ അവർ വഴിപിഴക്കില്ല, അവർക്ക് മാർഗഭ്രംശം സംഭവിക്കുകയില്ല എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഖുർആനുമായി എനിക്കും നിങ്ങൾക്കും എത്ര കണ്ട് ബന്ധമുണ്ട്. ഖുർആനുമായി നമ്മൾ എങ്ങനെയാണ് ഖുർആനോടുള്ള സമീപനം? നമ്മുടെ കൈകളിലിരിക്കുന്ന മൊബൈൽ ഒരുപക്ഷേ അതിൽ ഒരു അലാറം വന്നിട്ടില്ലെങ്കിലും ഒരു സൈൻ വന്നിട്ടില്ലെങ്കിലും നമ്മളൊക്കെ ഒരുപക്ഷേ മൊബൈൽ റിങ് ചെയ്യുന്നു എന്ന് തോന്നി വേഗം മൊബൈൽ എടുക്കാറുണ്ട്. തൻ്റെ സഹോദരൻ അല്ലെങ്കിൽ മറ്റുള്ളവർ തൻ്റെ സുഹൃത്ത് അയച്ച മെസ്സേജ് അതൊന്ന് വായിച്ചിട്ടില്ലെങ്കിൽ വല്ലാത്ത ബേജാറാവും, വല്ലാത്ത പ്രയാസമാകും. എന്നാൽ പടച്ച റബ്ബ് അയച്ച ഒരു വലിയ മെസ്സേജ് ഉണ്ട്, അതുമായി നമ്മളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അതൊന്ന് വായിച്ചു നോക്കാൻ ഈ മരണത്തിന് മുമ്പ് റബ്ബ് അവതരിപ്പിച്ച ഖുർആനിൻ്റെ ആയത്തുകൾ മനസ്സറിഞ്ഞു ഒരാവർത്തി പൂർണ്ണമായി വായിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഖുർആൻ എൻ്റെ ഇമാമാണ് എന്നത് ഖബറിൽ ചെല്ലുമ്പോൾ ചോദ്യത്തിൻ്റെ വേളയിൽ എൻ്റെ ഖുർആനാണ് എൻ്റെ ഇമാം എന്ന് പറയണമെങ്കിൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ കഴിയണം. റബ്ബിൻ്റെ മെസ്സേജ് വായിക്കാതെ എങ്ങനൊരു മുസ്ലിമായി ജീവിക്കാൻ സഹോദരങ്ങളെ, സഹോദരിമാരെ, എനിക്ക് നിങ്ങൾക്കും സാധിക്കും. റസൂലുള്ള വിട്ടേച്ചു പോയത് അള്ളാഹുവിൻ്റെ ഖുർആനാണ്. ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗ്ഗങ്ങളാണ്. എത്ര കണ്ട് പ്രവാചകനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇന്ന് രാവിലെ എഴുന്നേറ്റിടം മുതൽ റസൂലുള്ള പഠിപ്പിച്ച എത്ര ദിക്റുകളുണ്ട് സഹോദര. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞ് നേരം പുലർന്നപ്പോൾ നമ്മൾ പ്രഖ്യാപിച്ചു, ഇനി കിടക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ പള്ളിയിലേക്ക് കയറുമ്പോൾ, ഇറങ്ങിയപ്പോൾ, ടോയ്ലറ്റിലേക്ക് കയറിയപ്പോൾ, വാഹനത്തിൽ യാത്ര ചെയ്തു വന്നപ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എന്തൊക്കെ പ്രാർത്ഥന. റസൂലിനെ ഇഷ്ടപ്പെടുന്നവർ റസൂലിൻ്റെ സുന്നത്തിനെ, അധ്യാപനങ്ങളെ ഇഷ്ടപ്പെടാൻ കഴിയണം. റസൂലിനെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചക അധ്യാപനങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യാ എന്ന് പറഞ്ഞ് തൻ്റെ വിരിപ്പിലേക്ക് കിടക്കുന്നത് വരേക്കും റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ എത്ര പ്രാർത്ഥന സഹോദരങ്ങളെ ജീവിതത്തിൽ നമ്മൾ പുലർത്തുന്നുണ്ട് എന്നത് ആലോചിക്കണം. അതുകൊണ്ട് ഖുർആനിൻ്റെ പഠനം, വ്യവസ്ഥാപിതമായ ഖുർആൻ പഠനം എല്ലാ സ്ഥലങ്ങളിലും നടക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും, നമ്മളുടെ ഈ പള്ളിയിലും അൽഹംദുലില്ലാഹ് ഇതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് നടന്നു വന്നിരുന്നു. ഇനി ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ച മുതൽ നമ്മൾ ഖുർആൻ പഠനം ആരംഭിക്കുകയാണ്. സൂറത്തുൽ അംബിയ 21-ാമത്തെ അധ്യായം മുതൽ നമ്മൾ പഠനം ആരംഭിക്കും. ഖുർആൻ പഠിക്കാതെ റബ്ബിൻ്റെ അടുക്കലേക്ക് യാത്ര ചെയ്തു ചെന്നാൽ എൻ്റെ മെസ്സേജ് വായിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് എന്ത് മറുപടിയാണ് സഹോദര? ഇവിടെ ജീവിച്ച് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ബർക്കത്തും
റബ്ബ് നമുക്ക് ചെയ്തു തന്നിട്ട് അള്ളാഹുവിൻ്റെ സന്ദേശം വായിക്കാൻ നേരം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്താകും അവസ്ഥ? അവിടെ വിലപിക്കും. വിലാപത്തിൻ്റെ വാക്കുകൾ അള്ളാഹുവിൻ്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവസാനമായി പ്രവാചകൻ സംസാരിച്ചത് വഅൻതും മസ്ഊലൂന അന്നി, എന്നെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. ഫമാ അൻതും ഖായിലൂൻ, ആ സന്ദർഭത്തിൽ നിങ്ങൾ എന്തായിരിക്കും എന്നെക്കുറിച്ച് പറയുന്നത്? ഖാലൂ നഷ്ഹദ്, ആ സന്ദർഭത്തിൽ ലക്ഷത്തിൽ വരുന്ന ചില്ലുവാനം വരുന്ന സ്വഹാബിമാർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കിന് മറുപടി കൊടുത്തത്, റസൂലുള്ള ചോദിച്ചത്, പരലോകത്ത് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഒരു പ്രവാചകൻ എന്ന നിലക്ക് ഞാൻ നിങ്ങളോട് നിർവഹിക്കേണ്ടുന്ന ബാധ്യതകൾ മുഴുവൻ അവിടുന്ന് പൂർത്തിയാക്കിയിട്ടുണ്ടോ സ്വഹാബത്തെ എന്ന് ചോദിക്കുമ്പോൾ സ്വഹാബികൾ പറഞ്ഞു, ഖാലു നഷ്ഹദ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞങ്ങൾ സാക്ഷികളാണ്. അന്നക ഖദ് ബലഗത വഅദ്ദൈത വനസഹത, അള്ളാഹുവിൻ്റെ പ്രവാചകരെ താങ്കൾ അള്ളാഹു ഏൽപ്പിച്ച മുഴുവൻ ഉത്തരവാദിത്വങ്ങളും മുഴുവൻ നസീഹത്തുകളും ഒന്നുപോലും ചോർന്നു പോകാതെ അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞങ്ങൾക്ക് താങ്കൾ എത്തിച്ചു തന്നിട്ടുണ്ട്, താങ്കൾ എത്തിച്ചു തന്നിട്ടുണ്ട്, ഞങ്ങളതിന് സാക്ഷികളാണ്. ലക്ഷത്തിൽ ചില്ലുവാനം വരുന്ന സ്വഹാബികൾ ഒരേ സ്വരത്തിൽ അവിടുന്ന് വിളിച്ചു പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യർഫഉഹാ ഇല സമാ, പ്രവാചകന്റെ കണ്ണുകളും പ്രവാചകന്റെ കൈകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അല്ലാഹുമ്മ ഇശ്ഹദ്, അല്ലാഹുമ്മ ഇശ്ഹദ്, അല്ലാഹുമ്മ ഇശ്ഹദ്, അല്ലാഹുവേ നീ ഇതിന് സാക്ഷിയാണ്, അല്ലാഹുവേ നീ ഇതിന് സാക്ഷിയാണ്, അല്ലാഹുവേ നീ ഇതിന് സാക്ഷിയാണ്. റസൂലുള്ള അല്ലാഹുവിന് വിട്ടു. അല്ലാഹു ഏൽപ്പിച്ച ദൗത്യം റസൂലുള്ള 63 കൊല്ലം കൊണ്ട് കൃത്യമായി പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഇനി ആ ദീനിലേക്ക് റസൂലുള്ളയുടെ മരണത്തിനു മുമ്പ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ നിഅമത്ത് ഈ ഇസ്ലാം ഇതാ പൂർത്തിയാക്കി തന്നിട്ടുണ്ട്, ഇതിലേക്കൊന്നും നിങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതില്ല. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന സകലതും നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ സാക്ഷികളാണ്, അല്ലാഹു സാക്ഷിയാണ്, റബ്ബ് അല്ലാഹു സാക്ഷിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ച ദൗത്യം റസൂലുള്ള നിർവഹിച്ചു. റസൂലുള്ള വിട്ടേച്ചു പോയ ദൗത്യ നിർവഹണം നിർവഹിക്കേണ്ടതിനി ഞാനും നിങ്ങളുമാണ്. നെഞ്ചത്തു കൈവച്ച് ചോദിക്കേണ്ടത് റബ്ബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉരുവിടാൻ തൗഫീക്ക് ചെയ്തു. അതനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യ റബ്ബ് ചെയ്തു തന്നു. എന്നിട്ട് നമ്മളുടെ സഹോദരങ്ങൾ സഹോദരിമാർ, നാട്ടിലെ എത്രയോ മനുഷ്യന്മാർ ഇന്ന് ശിർക്കും ബിദ്അത്തും ഖുറാഫത്തിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാളോട് ഈ തൗഹീദിൻ്റെ സന്ദേശം കൈമാറാൻ സഹോദര സഹോദരി ഇന്നവരെ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തിലെ 10 പേർ ഒരുപക്ഷേ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുന്നവനാകും, ഷിർക്കില്ലാതെ ജീവിക്കുന്നവനാകും, കുഫ്റില്ലാതെ ജീവിക്കുന്നവനാകും. എന്നാൽ 90% ഒരുപക്ഷേ ഷിർക്കും ബിദ്അത്തും ഖുറാഫത്തിലും ജീവിക്കുന്നവരാകും. മരിച്ചുപോയിട്ട് വേദനിച്ചിട്ട് ഒരർത്ഥമില്ല സഹോദര. അതുകൊണ്ട് കൃത്യമായി റബ്ബേൽപ്പിച്ച ആ ദൗത്യം നിർവഹിക്കണം. റസൂലുള്ള പറഞ്ഞില്ലേ നിങ്ങൾ കൃത്യമായി റബ്ബേൽപ്പിച്ച പണി നിങ്ങൾ നിർവഹിക്കണം. ലൗ തറക്തും, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത് വല്ലദി നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, ലതഅ്മുറുന്ന ബിൽ മഅറൂഫ് വലതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഔ ലയൂശിക്കന്ന അല്ലാഹ്, നിങ്ങൾ ഒരുപക്ഷെ അതിൽ വീഴ്ച വരുത്തിയാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷ വരും. സുമ്മ തദ്ഊനഹു ഫലാ യുസ്തജാബു ലക്കും, എന്നിട്ട് നിങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്തും. പ്രളയങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, പ്രതിസന്ധികൾ ജീവിതത്തിൽ വരും. റബ്ബിൻ്റെ മുമ്പിൽ വേദനിക്കുന്ന മനുഷ്യൻ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കും. റബ്ബെന്താ പറഞ്ഞത്? ഫലാ യുസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം കിട്ടാനാണ് റബ്ബിലേക്ക് കൈകൾ ഉയർത്തിയതെങ്കിൽ റബ്ബേൽപ്പിച്ച അമാനത്ത്, ഉത്തരവാദിത്വം അത് നിർവഹിക്കാത്തവൻ്റെ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കില്ല എന്ന് റബ്ബിൻ്റെ തിരിച്ചുള്ള മറുപടി. സഹോദര, ഈ ദൗത്യ നിർവഹണം പ്രവാചകന്മാർ ഒന്നടങ്കം നിർവഹിച്ചിട്ട് പോയ ഈ ദൗത്യം സ്വഹാബിമാർ എന്തിനു വേദനിച്ചു? സ്വഹാബിമാരുടെ ശരീരത്തിലെ മാംസങ്ങൾ എന്തിനു വാർന്നെടുത്തു? എന്തിനു പ്രവാചകന്മാരുടെ തല മുതൽ കാലുവരെ ഈർച്ചവാൾ കൊണ്ട് 2 കഷ്ണങ്ങളായി ഛേദിക്കപ്പെട്ടു? ഇതൊക്കെ കേട്ടിട്ട് ശരീരത്തിലെ രോമം എഴുന്നേറ്റു നിൽക്കാനല്ല, അതിൽ പുളകം കൊള്ളാനല്ല, അതിലൊരാവേശം കൊള്ളാനല്ല. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ റബ്ബി എന്നെ ഏൽപ്പിച്ച വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് വിചാരണയ്ക്ക് എത്തിപ്പെടുന്ന ഒരു ദിവസത്തെ മനുഷ്യരെ, വിശ്വാസികളെ ഓർക്കണം. ഒരാളും കൂട്ടിനില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബി, എല്ലാവരെയും വിടും.
തൻ്റെ പ്രിയതമ, ഇന്നലെ വരെ കൂടെ കിടന്ന ഭാര്യ കൂടുണ്ടാകില്ല, മാതാപിതാക്കൾ ഉണ്ടാകില്ല, സ്നേഹനിധികളായ മക്കളുണ്ടാകില്ല, ആരുമില്ല. പരലോകത്ത് വക്കുല്ലുഹും ആ തീഹി യൗമൽ ഖിയാമത്തി ഫർദ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ റബ്ബേൽപ്പിച്ച അമാനത്ത് കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കൃത്യമായി ബാധ്യതയെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റൊന്ന്, നാളെ പെരുന്നാളാണ്. പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി പഠിപ്പിച്ച സുന്നത്തുകളുണ്ട്. അതൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് കുളിക്കുക എന്നത് അതിലെ സുന്നത്തായി റസൂലുള്ളാഹി പറഞ്ഞു. ഉള്ളതിലെ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം, അതുപോലെ സുഗന്ധം ഉപയോഗിക്കണം. ഭക്ഷണം കഴിക്കാതെയാണ് വലിയ പെരുന്നാളിൻ്റെ ബലിപെരുന്നാളിൻ്റെ ദിവസത്തിൽ ഈദ് മുസല്ലയിലേക്ക് യാത്ര ചെയ്യേണ്ടുന്നത്. പോകുന്ന സമയം തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ടു പോകാൻ, ഒരു വഴിയിലൂടെ പോയി മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരാൻ. അതുപോലെ തന്നെ എല്ലാവരും ഈദ് മുസല്ലയിലേക്ക്, അത് റസൂലിൻ്റെ ഒരു ചര്യയാണ്. എല്ലാവരും, സ്ത്രീകളും കുട്ടികളും ഭാര്യയും ഭർത്താക്കന്മാരും എല്ലാവരും ഒരുമിച്ച് ഈദ് മുസല്ലയിലേക്ക്, ഈദ്ഗാഹുകളിലേക്ക് പോകാനുള്ള സന്ദേശമാണ് അവിടുന്ന് റസൂലുള്ളാഹി കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത്തവണ സംഘടിപ്പിക്കുന്നത് ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിലാണ്. അൽഹംദുലില്ലാ 7:30 ഇൻഷാ അല്ലാഹ് നാളെ നമസ്കാരം ആരംഭിക്കും. മുഴുവൻ സഹോദരങ്ങളും അവിടേക്ക് വരാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. ഇത് പ്രവാചകൻ്റെ ഒരു സുന്നത്താണ്. ആ നിലക്ക് സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളോടൊപ്പം അള്ളാഹു നമ്മളെയും ചേർക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണത്തിൻ്റെ സമയം കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബ ദഅവാതി യാ ഖാദിയൽ ഹാജാത്. റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ وقنا عذاب النار. اللهم اجعلنا من بنى هذا المسجد المبارك خير الجزاء. اللهم تجاوز عن سيئاتهم. اللهم بارك في أموالهم وفي أولادهم. اللهم وفقهم لكل خير والآخرة. اللهم سدد خطاياهم. اللهم أعنهم على الخير. اللهم اغفر لوالديهم وارحمهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. الله